എത്രയൊക്കെ ബുദ്ധിമുട്ട് വന്നാലും ചിലര് ഓർണമെന്റ്സ് ഒന്നും വിൽക്കാനോ അല്ലെങ്കിൽ പണയം വെക്കാനോ ഒന്നും റെഡി ആവില്ല. അത് വേറെ ഒന്നും കൊണ്ടല്ല, ആ ഒരു ഗോൾഡിനോടുള്ള ഒരു അറ്റാച്ച്മെന്റ് കൊണ്ടാണ്. പല റീസൺസ് ഉണ്ട്. ചിലർക്ക് ഇത് പാരമ്പര്യമായിട്ട് കിട്ടുന്നതായിരിക്കും. ഉമ്മാന്റെ ഉമ്മാക്ക് കിട്ടി, അത് ഉമ്മാക്ക് കൊടുത്തു, അത് എനിക്ക് കിട്ടി. അല്ലെങ്കിൽ ചില ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും ഗിഫ്റ്റ് ചെയ്തായിരിക്കാം. ചിലപ്പോൾ അത് കല്യാണം കഴിഞ്ഞു പോകുമ്പോൾ അത്രയും കഷ്ടപ്പെട്ട് ഉപ്പ കുറച്ച് ഗോൾഡ് കൊടുത്തൊക്കെ ആയിരിക്കും. അത്രയും ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ള ഗോൾഡൊക്കെ ആളുകൾക്ക് നഷ്ടപ്പെടുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ ചില എക്സെപ്ഷണൽ മൊമെന്റ്സിൽ ഇത് ഊരി കൊടുക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അത്രയും പ്രിയപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ട്, എസ്പെഷ്യലി മക്കൾക്കൊക്കെ വേണ്ടിയിട്ട്, എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് സ്ത്രീകൾ ഇത് ഊരി കൊടുക്കും. അത് ഭയങ്കര സങ്കടത്തോടു കൂടിയായിരിക്കും അവർ ഊരി കൊടുക്കുന്നുണ്ടാവുക. അതിന്റെ ഇരട്ടി സ്വർണ്ണം ചിലപ്പോൾ അവർക്ക് വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞേക്കാം. അത്ര അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്ന ഒരു ഗോൾഡ് ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം. ആക്ച്വലി ചില ഗോൾഡ് ഓർണമെന്റ്സ് ഒക്കെ ഒരു അസറ്റിനപ്പുറം അവരുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു പോയിന്റിലെ നല്ലൊരു വാല്യൂബിൾ മെമ്മറി കീപ്പ് ചെയ്യുന്ന ഒന്നുകൂടിയാണ്.